ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു. ഇന്ന് നമുക്ക് ഒരു പരിപ്പ് ഉള്ളി മുളകിടിച്ച് താളിച്ചതും ഒരു കപ്പളങ്ങ തോരനും ഉണ്ടാക്കാം. അതിൻ്റെ റെസിപ്പി ആട്ടോ. ആ രണ്ട് റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അതിനായി ഞാൻ കുറച്ച് പരിപ്പെടുത്ത് നന്നായി കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് തക്കാളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കലത്തിലും വെക്കാം കേട്ടോ. ഇപ്പോൾ കലത്തിലൊക്കെ വെച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല, താമസിച്ചു പോയി. സമയം 1 മണി ആകാറായി. നമുക്കിന്ന് റെഡിയാക്കി എടുക്കട്ടെ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ, മറന്നുപോയി. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പരിപ്പ് വെന്തിട്ടുണ്ട്, നമുക്കിതൊന്ന് തടച്ചെടുക്കാം. ആവശ്യത്തിന് വെന്തിട്ടുണ്ട്, ഒരുപാട് വെന്തങ്ങ് കുഴയണ്ട. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി റെഡിയായി. നമുക്ക് ഇനി കപ്പങ്ങ തോരനുണ്ടാക്കാം. അതിന് ഞാൻ കപ്പങ്ങ അരിഞ്ഞ് കുരുകുരുന്ന് അരിഞ്ഞിട്ട് ഞാൻ കഴുകി വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ കപ്പങ്ങ വേവാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം നമുക്ക് ഊറ്റി കൊടുക്കാം. കപ്പങ്ങ വേവാൻ വേണ്ടി മാത്രം കേട്ടോ കുറച്ച് വെള്ളം ഊറ്റി കൊടുക്കാം. നമുക്ക് ഇനി അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പപ്പായ അടുപ്പത്തിരുന്ന് തിളച്ചു. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉള്ളിയൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിത് മിക്സിയുടെ ജാറിലിട്ടിട്ടാട്ടോ ചതയ്ക്കണേ. മറ്റേ കല്ലുണ്ട്, സമയമില്ല, കുറച്ച് തിരക്കാണ്. അത് കാരണം വേഗം ചതച്ചെടുക്കും കേട്ടോ. രണ്ടിടത്തിന് ഞെട്ട്. അപ്പോൾ നമുക്ക് വേഗം ചതച്ചെടുക്കാൻ വേണ്ടി കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. മുളക് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കപ്പളങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. കാരണം ഞാൻ ഈ പാത്രത്തിൽ ചട്ടി തന്നെയാണ് കേട്ടോ ഇത് തോരനാക്കി എടുക്കണം. അത് കാരണം നമുക്കൊരു പാത്രം മാറ്റിയെടുക്കാം. തോരനുണ്ടാക്കാൻ ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചീനച്ചട്ടി. ആദ്യം നമ്മൾ കപ്പളങ്ങ വേവിച്ച ചട്ടി തന്നെ ഞാൻ കഴുകിയിട്ടെടുത്ത് വെച്ചതാട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന ചുവന്നുമുളക് ഉള്ളിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇത് മൂത്ത് നന്നായിട്ട് പച്ചമുളകൊക്കെ മാറി വരുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഞാൻ പിന്നെ ഒരുപാട് മൂപ്പിക്കാറില്ല കേട്ടോ. എനിക്കങ്ങനെ ഈ കരിഞ്ഞു പോകൂലേ ഉള്ളിമുളകും, അതത്ര വലിയ ഇഷ്ടമില്ല. നമ്മുടെ കറിയുടെ കളറേ മാറിപ്പോവും. അപ്പം ഞാൻ ഒരുവിധം റെഡ് കളറിങ് ആകുമ്പോഴത്തേക്കും ഇതിട്ട് കൊടുക്കും കേട്ടോ. അതൊന്ന് മൂത്ത് കിട്ടട്ടെ. കരിഞ്ഞ് പോകാത്ത രീതിയിൽ മൂപ്പിച്ചെടുക്കണം കേട്ടോ. കറിക്ക് നല്ല ടേസ്റ്റായിരിക്കും നേരം. അപ്പോൾ നമ്മുടെ മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി കപ്പളങ്ങ ഇട്ട് കൊടുക്കാം. കപ്പളങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി നല്ല കപ്പളങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കപ്പളങ്ങ തോരനാട്ടോ. നിങ്ങളൊരു തവണയെങ്കിലും കപ്പളങ്ങ കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മുടെ പരിപ്പ് കറിയും റെഡി ആയിട്ടുണ്ട്, കപ്പളങ്ങ തോരനും റെഡിയായി.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ.